നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 25 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത്. നോട്ട്സ് ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇരുപത്തിയേഴാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് മൈ മെൽബൺ. 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് മൈ മെൽബൺ. ഇംതിയാസ്, ഒനീർ, റിമാദാസ്, കബീർ ഖാൻ തുടങ്ങിയവർ സംവിധാനം ചെയ്ത 4 ചിത്രങ്ങൾ കോർത്തിണക്കിയാണ് മൈ മെൽബൺ നിർമ്മിച്ചിരിക്കുന്നത്. UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിനുള്ള ടങ്സ് ഓൺ ഫയർ ഫ്ലെയിം അവാർഡ് മലയാളിയായ ഡോക്ടർ രാജേഷ് സംവിധാനം ചെയ്ത സ്ലേസ് ഓഫ് ദി എംപയറിനാണ്. മലയാളിയായ ഡോക്ടർ രാജേഷ് സംവിധാനം ചെയ്ത സ്ലേസ് ഓഫ് ദി എംപയറിനാണ് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിനുള്ള ടങ്സ് ഓൺ ഫയർ ഫ്ലെയിം അവാർഡ് ലഭിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യമായ സമുദ്രയാൻ 2026 അവസാനത്തോടെ വിക്ഷേപിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യമായ സമുദ്രയാൻ 2026 അവസാനത്തോടെ വിക്ഷേപിക്കും. വിക്ഷേപണ വാഹനം മത്സ്യ 6000. വിക്ഷേപണ വാഹനം മത്സ്യ 6000. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് 4ാം തലമുറയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ മനുഷ്യനെ വഹിച്ചുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സബ്മേഴ്സിബിൾ വാഹനമായ മത്സ്യ വികസിപ്പിക്കുന്നത്. മത്സ്യ വികസിപ്പിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. ഇന്ത്യയുടെ ഗവേഷണ കപ്പലായ സാഗർ നിധിയായിരിക്കും മത്സ്യ 6000 വിന്യസിക്കാനും വീണ്ടെടുക്കാനും ഉപയോഗിക്കുക. ഇന്ത്യയുടെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യം സമുദ്രയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായിരുന്നു ഗഗൻയാൻ. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാർ ജില്ലയിലെ കെല്ലർ മേഖലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടി. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാർ ജില്ലയിലെ കെല്ലർ മേഖലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടിയാണ് ഓപ്പറേഷൻ കെല്ലേർ. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാർ ജില്ലയിലെ കെല്ലർ മേഖലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടി ഓപ്പറേഷൻ കെല്ലേർ. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യ. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യ. UPSCയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് അജയ് കുമാർ. UPSCയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് അജയ് കുമാർ. കേരള PSCയുടെ ചെയർമാനാണ് ഡോക്ടർ MR ബൈജു. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് TY ചന്ദ്രചൂഡ്. 51ാമത് സഞ്ജീവ് ഖന്ന. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധൂംകർ ചാംദർ. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 118. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 118. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 130. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. വിഷ്ണുനാരായൺ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവൻ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവൻ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 1,11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കായിക്കര കുമാരനാശാൻ സ്മാരകം നൽകുന്ന ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ചത് PS ഉണ്ണികൃഷ്ണന്. കായിക്കര കുമാരനാശാൻ സ്മാരകം നൽകുന്ന ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ചത് PS ഉണ്ണികൃഷ്ണന്.
ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച മതിയാകുന്നേ ഇല്ല എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 50,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് മരിയാഞ്ചല ഹംഗ്രിയ, ബ്രസീൽ. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് മരിയാഞ്ചല ഹംഗ്രിയ. ഹംഗ്രി ഭക്ഷണം, വിശപ്പ് എന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓർത്തു വെക്കാം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഐക്യരാഷ്ട്രസഭ 1945 ഒക്ടോബർ 16 ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിച്ചത്. എല്ലാവർക്കും ഭക്ഷണം എന്നതാണ് സംഘടനയുടെ ആപ്തവാക്യം. ഈ ഓർമ്മ നിലനിർത്താനാണ് 1979 മുതൽ ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര. 2018 നീരജ് ചോപ്രയ്ക്ക് അത്ലറ്റിക്സിന് അർജുന അവാർഡ് ലഭിച്ചത്. 2021 അത്ലറ്റിക്സിന് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡും ലഭിച്ചു. 2022 പത്മശ്രീ അവാർഡും ലഭിച്ചു. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അംബികാസുധൻ മാങ്ങാട്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അംബികാസുധൻ മാങ്ങാട്. കൃതി അല്ലോഹലൻ. ആദ്യ മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് 2022. 2023 ലഭിച്ചത് VJ ജെയിംസിന്. 2024 MV ജനാർദ്ദനൻ. 2025 അംബികാസുധൻ മാങ്ങാട്. രാജ്യത്തെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ചത് കടമക്കുടി. രാജ്യത്തെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ചത് കടമക്കുടി. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് ബോട്ട് ആംബുലൻസ് പ്രവർത്തനം ഉദ്ഘാടനം നടത്തിയത്. സാംസ്കാരിക വകുപ്പിന് വേണ്ടി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. സാംസ്കാരിക വകുപ്പിന് വേണ്ടി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് ശ്രീഹരി LR. ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് ശ്രീഹരി LR, തമിഴ്നാട്. 85ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പി ശ്യാംനിഗിൽ. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളായത് മഹാരാഷ്ട്ര. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളായത് മഹാരാഷ്ട്ര. 58 സ്വർണവും 47 വെള്ളിയും 53 വെങ്കലവും സ്വന്തമാക്കി ഫസ്റ്റ് സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഹരിയാന. 3ാം സ്ഥാനം രാജസ്ഥാൻ. 8ാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത്. കേരളത്തിന് 12 സ്വർണം, 5 വെള്ളി, 8 വെങ്കലം എന്നിങ്ങനെയാണ് ലഭിച്ചത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാർ. ഭാഗ്യചിഹ്നം ഗജസിംഹ. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. 1ാം സ്ഥാനം ഫിൻലാൻഡ്. മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ആസാം സർക്കാർ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആങ്കറാണ് അങ്കിത. മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ആസാം സർക്കാർ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആങ്കറാണ് അങ്കിത. ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷനാണ് ഓപ്പറേഷൻ ഒലിവിയ. ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷനാണ് ഓപ്പറേഷൻ ഒലിവിയ. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ 2025 മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രൻ. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ 2025 മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രൻ. നേരത്തെ നമ്മൾ പഠിച്ചത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. പ്രഥമ മാധവിക്കുട്ടി അവാർഡ് നേടിയത് KR മീര. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക്
റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമാകുന്നത് കേരളം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമാകുന്നത് കേരളം. 2025 ഇറ്റാലിയൻ പുരുഷ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2025 ഇറ്റാലിയൻ പുരുഷ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2025 ഇറ്റാലിയൻ വനിതാ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ജാസ്മിൻ പൗളിനി. 2025 ഇറ്റാലിയൻ വനിതാ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ജാസ്മിൻ പൗളിനി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ്, കണ്ണൂർ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ്, കണ്ണൂർ. തൊട്ടു പിന്നാലെ പാലക്കാട് സ്വദേശിനി ശ്രീഷ രവീന്ദ്രനും എവറസ്റ്റ് കീഴടക്കി. തൊട്ടു പിന്നാലെ പാലക്കാട് സ്വദേശിനി ശ്രീഷ രവീന്ദ്രനും എവറസ്റ്റ് കീഴടക്കി. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് എഡ്മണ്ട് ഹിരാനി, ടെൻസിംഗ് നോർഗെ എന്നിവരാണ്. 1953 മെയ് 29 ഇവർ എവറസ്റ്റ് കീഴടക്കിയത്. മെയ് 29 എവറസ്റ്റ് ദിനമായി അറിയപ്പെടുന്നത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ തോയ്ബ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രി പാൽ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.